ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് ഇന്നാണ് ഞങ്ങളുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെറുതായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് പിന്നെ അവിടെ പോയിട്ട് നമ്മൾ റാം വോക്ക് ഉള്ളതുകൊണ്ട് മേക്കപ്പൊക്കെ അവിടെയായിരുന്നു. ഇവിടുന്ന് ഡ്രസ്സ് മാത്രം മാറ്റി. അങ്ങനെ ഞങ്ങൾ മൂന്നേരും കൂടി ഊബർ വിളിച്ച് നേരത്തെ കാലത്ത് അവിടെ എത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരത്തെ കാലത്ത് എത്തി. എന്നിട്ട് ഞങ്ങൾ വന്നിട്ടാണ് ഗേറ്റൊക്കെ തുറക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം പോസ്റ്റ് അടിച്ചിട്ട് അവരും എന്നിട്ട് നമ്മൾ കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് റൂം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് റൂമിൻ്റെ കീ ഒക്കെ മേടിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. അതിന് വേണ്ടി നമ്മൾ ഹോളിലോട്ട് പോയിട്ട് സ്റ്റേജൊക്കെ എത്ര വലിപ്പമുണ്ട്, റാമ്പൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. റൂമൊക്കെ അടിപൊളി റൂം. അപ്പോൾ തന്നെ എനിക്ക് കിടന്നുറങ്ങാൻ തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങിയപ്പോഴേക്കും മാമൊക്കെ വന്നു. അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വന്ന് നമ്മൾ ഹെയറും ഐയും മാത്രം സെറ്റാക്കിയത്. പക്ഷേ അത്രയും ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഐ മാത്രം സെറ്റ് ചെയ്തുള്ളൂ, ബാക്കിയൊന്നും ചെയ്തില്ല. ബാക്കിയൊക്കെ മാമൊക്കെ വെച്ച് സഹായിച്ച്. എന്നിട്ട് പിന്നെ നമ്മൾ മൂന്നുപേരും റെഡിയായി. ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ നേരെ പിന്നെ ഹോളിലോട്ട് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്ര നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല ഗൈസ്, കുറച്ചൊക്കെ പിക്കൊക്കെ കിട്ടി. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ചു. വാട്ടർ മില്ലനായിരുന്നു. അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അല്ലെങ്കിൽ ചെസ് നമ്പർ 1 ഞാനാണ് ടാലൻറ്റ് റൗണ്ടിൽ ഫസ്റ്റ് റാമ്പ് ചെയ്യേണ്ടത് ഡാൻസ് ചെയ്യേണ്ടത്. എനിക്കാകെ എന്തോ പോലെ ഇവിടെ ലെൻസ് ചതിച്ചപ്പോൾ നമ്മൾ ലെൻസ് അടിക്കാൻ പോകും. എനിക്ക് ലെൻസിടാൻ ബാക്കിയില്ലെന്ന് തോന്നുന്നു. ഭയങ്കര ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്യണം. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് എല്ലാവരും എത്തിക്കഴിഞ്ഞ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പരിപാടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പാട്ടും ബഹളവും ഡാൻസും ഒക്കെ ആയിരുന്നു. ഞങ്ങളുടെ മാമൊക്കെ ഡാൻസ് കളിച്ചു. പിന്നെ എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ശ്രീനന്ദന്റെ പേര് എന്താ പരിപാടി? ഇപ്പം എന്താ പരിപാടി? ഇതെന്താ? എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. പപ്പടം അറിയാം, അച്ചാററിയാം, ചിപ്സ് അറിയാം, പഴം അറിയാം. എനിക്ക് വേറെ ഒന്നും അതാ ഉപ്പ് അറിയാം. വേറെ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. നിനക്ക് ഇതിൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ചെയ്യും. അച്ചാറ് ഏതാ? ഇഞ്ചിപ്പുളിയല്ലേ? ഏതാ അച്ചാറ്? അച്ചാറ് ഇഞ്ചിപ്പുളി. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? ഗൈസ്, നമ്മുടെ ചോറ് വന്നിട്ടുണ്ട്. മതി അങ്ങനെ ഈ വർഷത്തെ ഫസ്റ്റ് സദ്യയായിരുന്നു. സദ്യ ഒന്നും പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് വീരങ്ങളിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെയും സംസാരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. അതേന്ന് പിന്നെ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഡാൻസും പരിപാടിയൊക്കെ ആണിപ്പോൾ തന്നെ ഈവനിങ് ആയി. അപ്പോൾ നമുക്ക് കോഫിയും സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പണ്ടത്തെ മുട്ടായി, നാരങ്ങ മുട്ടായി അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ വ്ളോഗിൽ അടിച്ചു വരുന്നതായിരുന്നു. ഈ വ്ളോഗിൽ ക്യൂട്ട്നെസ് ആവും. അനീനിൻ്റെ മുഖം വന്നില്ലെന്ന് വിചാരിക്കണ്ട. നോക്ക്, എല്ലാവരും ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ എല്ലാവരും ഓടും. പക്ഷെ കുറച്ച് പേര് മാത്രമുണ്ട് എൻ്റെ വീഡിയോസിലൊന്നിങ്ങനെ അറിയാതെ വന്ന് പെടുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ഉറിയടി, വടംവലി അങ്ങനെയുള്ള മത്സരമൊക്കെ തുടങ്ങി. ഡിപ്ലോമയായിരുന്നു. പക്ഷേ ഡിപ്ലോമക്കാർ നല്ല ശക്തിയുള്ളതായിരുന്നു ഒരു കൊണ്ടുപോയി. പക്ഷെ നമ്മൾ കോമ്പറ്റീഷൻ റൗണ്ടിൽ ഡാൻസിങ് പാട്ടിലൊക്കെ നമ്മൾ ഡിഗ്രിക്കാരെടുത്തു. ലാസ്റ്റ് ഓവറോൾ ചാമ്പ്യൻ നമ്മൾ തന്നെ എടുത്ത്. എന്നിട്ട് പിന്നെ കുറച്ചൊരു DJ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രി 8 മണി വരെ ഫുൾ അടിച്ചുപൊളിയായിരുന്നു. വെച്ചാൽ നല്ല രസമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ലീവ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഈ അടിച്ചുപൊളിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടല്ല. അവിടെ ഊബർ വരാൻ നല്ല ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഓക്കെ ബൈ.